الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. ഈ മഹത്തായ വാക്യത്തിൽ ഈ പ്രൗഢമായ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മദ്ഹ് പറയാൻ കേൾക്കാൻ ഒരുമിച്ച് കൂടിയ ഈ സ്ഥലത്ത് രണ്ടാമത്തെ ഒരു ചടങ്ങാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രയത്നിച്ച അധ്വാനിച്ച ഈ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരുമായ യുവ സഹോദരങ്ങൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇനിയും എല്ലാ വർഷങ്ങളിലും ഇതുപോലെ നമുക്ക് സംഗമങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഇതിന്റെ മിഥുന സവാബ് അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. ഓരോരുത്തരുടെയും പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നു. രോഗികളായ ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹു തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ. ഇപ്പൊ നമ്മുടെ സ്റ്റേജിൽ രണ്ട് ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നു. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. നമ്മുടെ മഹല്ല് വൈസ് പ്രസിഡന്റ് ബാബ ഹാജി, ഒന്ന് വർഷങ്ങളായി നമ്മുടെ മഹല്ലിൽ സദർ ഉസ്താദായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാന്യരായ എൻ്റെ സുഹൃത്തും കൂട്ടുകാരനുമായ ഹംസ അഹ്സൻ. അങ്ങനെ നമ്മളിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. നമ്മുടെ മഹല്ലിൽ ഒരുപാട് ആളുകൾ രോഗിയായി വീടുകളിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും രോഗശമനം നൽകുമാറാവട്ടെ. സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ മുതിരിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു അവസാനിപ്പിച്ചു. മഹാനായ ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അഹല്ല ഉമ്മതഹു ഫീ ഹിർസി മില്ലതിഹി കല്ലൈഹി ഹല്ല മഅൽ അസ്ബാലി ഫീ അജം. 900 വർഷം മുമ്പ് മിസ്രിൽ ജീവിച്ച് വഫാത്തായി പോയ മഹാനായ ബൂസൂരി, നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പഴയ കാലങ്ങളിൽ വയല് പരമ്പര നടക്കാറുണ്ട്. ആ വയല് പരമ്പരയിൽ പ്രസംഗിക്കാൻ വരുന്ന ഉസ്താദ് എത്തുന്നത് വരെ നാടുകളിൽ ചെല്ലിയിരുന്ന എല്ലാവർക്കും സുപരിചിതമായ ഒരു കാവ്യമാണ് ബുർദ. അത് അന്നത്തെ കാലത്ത് സാവകാശം നീട്ടി അങ്ങനെ ചൊല്ലും. ഉസ്താദ് എത്തുന്നത് വരെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഉസ്താദ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദുആ ചെയ്ത് പ്രസംഗത്തിലേക്ക്. മഹാനവറുകൾ എഴുതിയ ഈ കാവ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ മാത്രമാണ്. മഹാനവറുകൾക്ക് ശരീരത്തിന്റെ ഒരു ഭാഗം കൊയഞ്ഞു. ആ സമയത്ത് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മദ്ഹ് എഴുതുകയാണ്. അങ്ങനെ എഴുതിയപ്പോൾ മഹാനവറുകൾക്ക് ആ രോഗം ശിഫയായി എന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ ബുർദയുടെ മറ്റൊരു പേരാണ് ബുർദുദ്ദാ, രോഗശമനത്തിന് വേണ്ടി ചെല്ലുന്ന കാവ്യം.
ബുർദ എന്ന് അഥവാ പുതപ്പ് എന്നാണ് അതിന്റെ ഭാഷ. ബുർദുദ്ദ എന്ന് പറയാനുള്ള കാരണം മഹാനായ അബൂ സുലൈമ ഞാൻ തന്നെ ഒരിക്കൽ ഇവിടെ കേട്ടിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹമീദ് മാസ്റ്റർ നമ്മളെ കുഞ്ഞുവാവ ഹാജിയുടെ പിതാവ് എന്നാണ് എന്നോട് പറഞ്ഞ ഉസമുട്ടാജി പറഞ്ഞ ഒരു ചരിത്രം. അദ്ദേഹം രോഗശയ്യയിലായി മരണാസന്നമായി കിടക്കുമ്പോൾ വാപ്പ കുഞ്ഞാവ ഇവിടുത്തെ പഴയ കാലത്ത് ഖതീബായി അല്ലാഹു തആല അവരുടെ ഖബറിടം സന്തോഷത്തിലേക്ക് കൊണ്ടുപോകും. മഹാനവറുകൾ മരണശയ്യയിൽ കിടക്കുമ്പോൾ ഫഖ്റുദ്ദീൻ ഉസ്താദും എന്നോട് ഈ കാര്യം പറഞ്ഞു. മഹാനവറുകളെ വിളിച്ചു അങ്ങനെ ബുർദ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ബുർദ ചൊല്ലിക്കൊണ്ട് മഹാനായ ഫഖ്റുദ്ദീൻ ഉസ്താദ് മന്ത്രിക്കുകയും ആ ബുർദ ചൊല്ലുന്നതിനിടയിൽ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നും നമ്മുടെ ഉസമുട്ടിയാജി പറഞ്ഞു. ഞാൻ ഓർക്കുന്നു ഫഖ്റുദ്ദീൻ ഉസ്താദ് പറഞ്ഞു, പഴയ കാലങ്ങളിൽ എല്ലാവരും രോഗശമനങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിച്ചിരുന്ന ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ കൊണ്ട് മാത്രം നിറഞ്ഞ ആ ഒരു കാവ്യത്തിലെ ഒരു വരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് മഹാനവറുകൾ പഠിപ്പിച്ചത്. അഹല്ല ഉമ്മതഹു ഫീ ഹിർസി മില്ലതിഹി കല്ലൈഹി ഹല്ല മഅൽ അശ്ബാലി ഫീ അജമി. അഹല്ല ഉമ്മതഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സമൂഹത്തിനെ സംരക്ഷിച്ചു. ഫീ ഹിർസി മില്ലതിഹി അവിടുത്തെ ദീനുൽ ഇസ്ലാമിന്റെ സുരക്ഷിതമായ കവചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ ഇറക്കി പരിപാലിച്ചു. കല്ലൈഹി ഹല്ല മഅൽ അശ്ബാലി ഫീ അജമി. ഒരു സിംഹം അല്ലെങ്കിൽ ഒരു നരി കല്ലൈഹി പുലിയെ പോലെ സിംഹത്തിനെ പോലെ ഹല്ല മഅൽ അശ്ബാലി ഫീ അജമി തന്റെ സന്താനങ്ങളെ ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് നോക്കിയിരുന്ന് കാവലിരിക്കുന്ന ഒരു സിംഹം, ആ സിംഹത്തിനെ പോലെ തന്റെ ഉമ്മത്ത് ഒരിക്കലും പിഴച്ചു പോകരുത്, അവർക്ക് സുരക്ഷിതമായ ഒരു കവചം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നാണ് മഹാനായ മുസ്ലിം. ആ ഒരു തണലിലാണ്, ആ ഒരു സംരക്ഷണത്തിലാണ്, ആ ഒരു നോട്ടത്തിലാണ് നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കുന്നത്. മാത്രമല്ല മഹാൻ പറഞ്ഞു, ലറംതു സുന്നത മൻ അഹിയല്ലലാമ അനിസ്തഖദ ഖദമാഹു ഫിൽ കറമി ഫിൽ ഖദമി. ഞാൻ പാപപ്പെട്ട ഞാൻ എന്റെ ശരീരത്തിനോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തു, എനിക്ക് ഇബാദത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ എന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനിസ്തഖദ ഖദമാഹു അവിടുത്തെ കാലുകൾ നീര് വന്ന് മുട്ടി അങ്ങനെ ഇരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവിടുന്ന് ഇബാദത്ത് എടുത്തിട്ടുണ്ട്. അവിടുത്തെ ആ സുന്നത്തുകൾ അനുവാദനം ചെയ്യാൻ, ആ സുന്നത്തുകൾ പിൻപറ്റാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് മഹാനായ അബൂ സുലൈമാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാര്, യുവാക്കള്, സഹോദരി, നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ എത്ര പറഞ്ഞാലും എത്ര പുകഴ്ത്തിയാലും എത്ര പാടിയാലും ലോകാവസാനം വരെ അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞാൽ, അവിടുത്തെ ശ്രേഷ്ഠതകൾ പറഞ്ഞാൽ, നമ്മളെ സംരക്ഷണ കവചത്തിൽ നമ്മളെ പാർപ്പിച്ചുകൊണ്ട് നമുക്ക് ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി കാണിച്ചു തന്ന മാർഗം, ആ മാർഗം നമ്മൾ പരിശോധിച്ചു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളോടുള്ള മഹബത്ത് അത് വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു.
ഇവിടെ ഫാദിൽ എന്ന് പറയുന്ന കുട്ടി പാടിയൊരു പാട്ട്, ആ പാട്ടിലൊരു വരി ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. എന്താണ് ആ പാട്ടിൽ പാടിയത്? നിങ്ങൾ ആരെങ്കിലും നബിയെ കണ്ടിട്ടുണ്ടോ? നല്ലൊരു പാട്ട് പാടിയത്. അതിന്റെ ഓരോ വരികൾ ശ്രദ്ധിക്കുമ്പോൾ പാട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ ആ പാട്ടിലുള്ള ആശയം, അതിൽ പറയുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ മനസ്സിലേക്ക് തട്ടിക്കൊണ്ടായിരിക്കണം നമ്മൾ ആസ്വദിക്കാൻ. ഒരുപാട് ആളുകൾ ആശിക്കങ്ങൾ, ആ കുട്ടിയുടെ പാട്ടാണ്, അതിനൊരു ആശയമാണ്, ഒരു വരിയുടെ ആശയമാണ്. എത്രയോ ആശിക്കങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ചോദ്യം നമ്മളിൽ നിന്ന് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലോ അല്ലാതെയോ കണ്ടിട്ടുണ്ടോ? എന്നാൽ ആശിഖീങ്ങളായ ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ച് അവര് നബിയോടുള്ള മഹബ്ബത്ത് അവരുടെ ശരീരങ്ങളിലും അവരുടെ മനസ്സുകളിലും ജീവിതങ്ങളിലും രൂഢമൂലമായപ്പോ അവര് എല്ലാം അവർക്ക് പ്രവാചകനായി മാറി. ഈയിടെ അടുത്ത് മദീന മുനവ്വറയിലുണ്ടായ ഒരു സംഭവം ഞാൻ നെറ്റിൽ വായിക്കും. എന്താണ് സംഭവം? റിവായത്തു ഷാഹിദിൻ അയ്യാനി ലിമുസ്ലിമിൻ തുർക്കിയ്യിൻ മിൻ മസ്ജിദിൻ നബവി. അവിടെ പത്രങ്ങളിൽ വന്ന ഒരു സംഭവമാണ് ഇവിടെ അടുത്ത്. എന്താണ്? ഒരു തുർക്കി മുസ്ലിം അദ്ദേഹം പറയുന്നു, കുന്തു വാഖിഫൻ ഫിൽ മസ്ജിദിൻ നബവി. ഞാൻ മസ്ജിദുൻ നബവിയുടെ ഒരു വാതിലിന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻദമാ റഅയ്തു അർബഅതൻ മിൻ റിജാലി ശുർത. പോലീസുകാരായ 4 ആളുകൾ അവരൊരു വാതിലിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. യന്തദിറൂന അഹദ. ഒരാള് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈയിടെ അടുത്ത് നടന്ന സംഭവമാണ്. യന്തദിറൂന അഹദഹും. അവരെ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വലഹറ ശാബുൻ ഫഖബദു അലൈഹി വഔതഖു യദൈഹി. ആ യുവാവിനെ 4 പോലീസുകാർ പിടിച്ചു. അദ്ദേഹത്തിന്റെ കയ്യെ അവർ ബന്ധിച്ചു. അതിന്റെ ഫോട്ടോവും പത്രങ്ങളിൽ വന്നിരുന്നു. ഫഖാല ശാബു. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ദഅനി യുസല്ലി. ഞാൻ നിസ്കരിക്കട്ടെ, എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു. ഫഅന ലസ്തു മുതവസ്സിലൻ വലാ ലിസ്സ. ഞാൻ ഒരു യാചകനായി ഇവിടെ വന്നതല്ല, ഞാൻ ഒരു കള്ളനുമല്ല. ഇങ്ങനെ യുവാവ് പോലീസുകാരുമായിട്ട് സംസാരിക്കുക. ഈ തുർക്കി ഇത് എഴുതിയ ആള് പറയുന്നു, ഞാൻ അദ്ദേഹത്തെ ഒരു പരിചയമുള്ളത് പോലെ എനിക്ക് തോന്നി. ഈ മനുഷ്യൻ മസ്ജിദുൻ നബിയുടെ അടുത്ത് വന്ന് ഇടയ്ക്കിടെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കരയുന്ന യുവാവാണ് എന്നെനിക്ക് മനസ്സിലായി. കാന ശാബൻ അൽബാനിയ. അദ്ദേഹം ഒരു അൽബാനിയ യുവാവാണ്. അൽബേനിയ രാജ്യത്തിൽപ്പെട്ട യുവാവാണ്. യബ്ലുഗു മിനൽ ഉംരി ഹവാലി 35 വയസ്സ് പ്രായമുള്ള ഒരു യുവാവാണ്. അദ്ദേഹത്തിന്റെ തലയിലെ മുടി സ്വർണം ചമ്പിച്ചതുപോലെയുള്ള മുടിയാണ്. തിങ്ങിയതല്ലാത്ത നേർമയായ താടി രോമമുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് ഞാൻ ഇടയ്ക്കിടെ മസ്ജിദ് നബിയിൽ കാണാറുണ്ട്. അദ്ദേഹം കരയാറുണ്ട്. ഞാൻ പോലീസുകാരോട് ചോദിച്ചു, ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഇദ്ദേഹത്തിന് എന്താ നിങ്ങൾ പിടിക്കുന്നത്? ഈ ചെറുപ്പക്കാരൻ 6 വർഷമായി മദീനയിൽ താമസിക്കുകയാണ്. ഇദ്ദേഹം രേഖകളില്ലാതെ താമസിക്കുന്നു.
ഞങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിനെ ഉദ്ദേശിക്കുമ്പോ യഹ്റുബു വയൽജഉ ഇലൽ മസ്ജിദിൻ നബവി, അദ്ദേഹം മസ്ജിദ് നബവിയിലേക്ക് ഓടിപ്പോകും. ഹറമിൽ നിന്ന് പിടിക്കാൻ പാടില്ല. മസ്ജിദ് ഹറാമിൽ നിന്നും മസ്ജിദ് നബവിയിൽ നിന്നും ഒരാളെയും പിടിക്കാൻ പാടില്ല. അത് ശറഈന്റെ നിയമമാണ്. അംന, വ്യക്തമായ തെളിവുകൾ, മോഷണം പോരാത്ത വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ അവിടുന്ന് പിടിക്കാൻ പാടില്ല. അവിടെ പരിശുദ്ധമായ ഹറമൻ ആമിനൻ, അത് പവിത്രമായ എല്ലാവർക്കും നിർഭയത്വമുള്ള സ്ഥലമാണ്. അവിടുന്ന് പിടിക്കാൻ പാടില്ല. യഹ്റുബു വയൽജഉ ഇലൽ മസ്ജിദിൻ നബവി, അദ്ദേഹം മസ്ജിദ് നബവിയിലേക്ക് ഓടിപ്പോകും. ഫബകശാബു വഖാല മാദാ സയഹ്ദുതു ലൗ തറക്തനി അദ്ഹബു, ഇന്ന ഞങ്ങൾക്കൊന്ന് വിട്ടൂടെ. അനലസ്തു ലിസൻ, ഞാൻ കള്ളനല്ലല്ലോ, നിങ്ങൾ എന്നെ കുറെ കാലമായി കാണുന്നില്ല. അനല അതവസ്സലു, ഞാൻ ആരോടും യാചിക്കുന്നില്ലല്ലോ, എന്നെ നിങ്ങൾ ഒന്ന് വിട്ടുകൂടെ എന്ന് ഈ 4 പോലീസുകാരോട് ഈ യുവാവ് സംസാരിക്കുന്നു. ജിഅ്തു ഇലാ ഹുനാ ഫഖത് മിൻ അജലി ഹുബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബകശാബു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് വെച്ച യുവാവാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി. വഖാലത്ത് ശുർത, പോലീസ് പറഞ്ഞു ലൻ യസ്മഅ ലഹു ബിൽ ബഖാ, ഇനി നിനക്ക് ഇവിടെ വിട്ടുവീഴ്ചയില്ല. ഒരുപാട് കാലമായി നീ പാസ്പോർട്ട് ഇല്ലാതെ രേഖകളില്ലാതെ ഇവിടെ തങ്ങുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ നാട്ടിലേക്ക് ഞങ്ങൾ പറഞ്ഞേക്കുകയാണ്, നാട് കടത്തുകയാണ്. അപ്പോ യുവാവ് പറഞ്ഞു, എന്നാൽ എനിക്ക് നിങ്ങളൊന്ന് നിസ്കരിക്കാൻ, 2 റക്അത്ത് നിസ്കരിക്കാൻ, റസൂലുള്ളാഹിന്റെ പള്ളിയുടെ അടുത്ത റൗദയിൽ പോയി നിസ്കരിക്കാൻ സമയം തരുമോ? പോലീസുകാർ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു, ഞാൻ നിസ്കരിക്കും. അങ്ങനെ അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഖാൽ യാ റസൂലല്ലാഹ് അലൈസ ബൈനനാ അല്ലാ യജിബു അൻ നത്റുക വലദി വഅഗ്ലക അമലി വഅതാ ഇലാ ഹുനാ വഅബ്ഖാ മഅക. നബിയേ, തങ്ങളുമായി ഞാനൊരു കരാറുണ്ടല്ലോ നബിയേ. എന്താണ് കരാറ്? അലൈസ ബൈനനാ, എന്റെയും നിങ്ങളുടെയും ഇടയിലില്ലേ ഒരു കരാറില്ലേ? അലാ യജിബു അൻ നത്റുക വലദി വാലിദി, നബിയെ, ഞാൻ അൽബേനിയയിൽ നിന്ന് എന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വഅഗ്ലക അമലി, എന്റെ ബിസിനസ്സുകളെല്ലാം ഞാൻ പൂട്ടിയിട്ടു, അതെല്ലാം പൂട്ടി. വഅതാ ഇലാ ഹുനാ വഅബ്ഖാ മഅക, തങ്ങളോടൊപ്പം ഈ മദീനയിൽ കഴിഞ്ഞു കൂടാനാണല്ലോ നബിയെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്താണ് നബിയെ, നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടല്ലോ നബിയെ. ഇത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദ്ദേഹം വിളിക്കുന്നു. വഅലൽ ഫൗർ, പെട്ടെന്ന് സഖത ശാബ്, യുവാവ് അവിടെ വീണുപോയി. വീണുപോയപ്പോ ഫാഖിദൻ ലിൽ വഴി, അദ്ദേഹത്തിന് കുഴഞ്ഞ ശരീരം തളർന്ന് അവിടെ വീണു. വഅതഖത്തു ശുർത, അവിടെയുള്ള പോലീസുകാർ വിചാരിച്ചു അന്നഹു കാന യതലാഹറു ബിദാലിക, അദ്ദേഹം ഇത് അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ വബഅദ ലഹ്ളാത്തിൻ ഖലീല, അല്പസമയത്തിന് ശേഷം വഇൻദ ഫർസിൻ നബദ്, അവര് അദ്ദേഹത്തിന് നാടി പിടിപ്പെന്ന് നോക്കി, തളർന്നു കിടക്കുകയാണ്. തബയ്യന അന്ന ശാബ ഖദ് തൂഫിയ ഖബല 15 ദഖീഖ, 15 മിനിറ്റ് മുമ്പ് ആ യുവാവ് മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അഭിനയിച്ച് കിടക്കുകയാണെന്ന് മനസ്സിലാക്കി പോലീസുകാർ അവിടെ അല്പസമയം കഴിഞ്ഞ് അദ്ദേഹത്തിനെ പരിശോധിക്കുമ്പോ അദ്ദേഹം മരണപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു, നമ്മൾ എന്തോ ആളുകളാണ്, ഇദ്ദേഹം നബിയെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഒരു നാട് വിട്ട് നബിയുമായി ഇത്രത്തോളം മഹബത്ത്, ആ മഹബത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ആ യുവാവിനെ ജന്നത്തുൽ ബഖീയിലേക്ക് മറമാടാൻ കൊണ്ടുപോയി. ഈ തുർക്കിയായ മനുഷ്യൻ പറയുന്നു, ഞാൻ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തു. പോലീസുകാർ പറഞ്ഞു, നമ്മൾ വലിയ തെറ്റാണ് ചെയ്തത്. നമ്മൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിനെ ഖബർസ്ഥാൻ നമ്മൾ തന്നെ ചുമക്കുക, ആരാരെയും വേണ്ട. എന്നിട്ട്
അവർ പറയുന്നത് എന്താണെന്നറിയുമോ? ഇദ്ദേഹം ഇത്രത്തോളം വന്നത് നബി തങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് ആഖിറത്തിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയേക്കാം. നമ്മൾ ഇദ്ദേഹത്തിനോട് ഒരു അദബ് കേടാണ് കാണിച്ചത്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാർ, ഈയിടെ അടുത്ത് വന്ന ഒരു ന്യൂസാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യുവാക്കളായ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ